ഇവിടെ നമ്മൾ ടോയ്ലറ്റ്സുകൾ വാട്ടർ പ്രൂഫ് ചെയ്യാൻ പോവാണ്. ടൈൽ ഒട്ടിക്കുന്ന മുമ്പ് എല്ലാ സൈഡിലും ഞങ്ങൾ ടോയ്ലറ്റ് വാട്ടർ പ്രൂഫ് ചെയ്യാറുണ്ട്. അത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഡോക്ടർ ഫിക്സിഡിൻ്റെ പിഡിലൈറ്റ് 2K എന്ന് പറഞ്ഞ മെറ്റീരിയലാണ്. ഇതിൻ്റെ കോംബോ വരുന്നത് 15 കിലോ ആണ്. അതായത് 5 കിലോത്തിൻ്റെ നമ്മുടെ ലിക്വിഡും 10 കിലോത്തിന്റെ പൗഡറും. ഇതിന്റെ മിക്സിംഗ് എന്ന് പറഞ്ഞാൽ 1:2 എന്നൊരു റേഷ്യോയിലാണ്. 1 ലിറ്റർ ലിക്വിഡ് എടുക്കുമ്പോൾ 2 ലിറ്റർ പൗഡർ എടുക്കണം. ഇപ്പോൾ ഇവിടെ ഒരു ടോയ്ലറ്റിന് വേണ്ടി മാത്രം നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ഒരു റേഷ്യോ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റ് 1 ലിറ്റർ പൗഡറും 1 ലിറ്റർ ലിക്വിഡും 2 ലിറ്റർ പൗഡറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 1:2 എന്നുള്ള റേഷ്യോ കീപ്പ് ചെയ്തിട്ട്. ഇതുകൂടെ നമ്മൾ 2 കിലോ അതായത് 2 കിലോ പൗഡർ മിക്സ് ചെയ്യും. അപ്പം ഇതിൻ്റെ അളവ് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതേ സെയിം പാത്രം എടുത്തിരിക്കുന്നത്. ഇത് മിക്സ് ചെയ്യുന്ന ശ്രദ്ധിക്കുന്ന കാര്യം കുറച്ച് പാർട്ടായിട്ടാണ് മിക്സ് ചെയ്യേണ്ടത്. ഒരുമിച്ച് ആ ക്വാണ്ടിറ്റി ഒരുമിച്ച് പോർ ചെയ്യരുത്. പാർട്ടായിട്ട് മിക്സ് ചെയ്ത് ടൈറ്റ് ആകുന്നതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊണ്ടുവരാം. അതിൻ്റെ കൺസിസ്റ്റൻസി മേക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മൾ എടുക്കണം. ഇത് എല്ലാവർക്കും ലേബേഴ്സിന് മനസ്സിലാവുന്ന കാര്യമാണ്. ഇത് ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയുള്ള ലേബറെ തന്നെ യൂസ് ചെയ്യുക. കാരണം ഇത് ജസ്റ്റ് ഒരു പെയിന്റിങ് ആപ്ലിക്കേഷൻ അല്ല. കൃത്യമായിട്ടൊരു പ്രൊഡക്റ്റ് നമ്മൾ അതിൻ്റെ ഒരു ക്വാളിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ അറിയാവുന്ന ഒരാളെ തന്നെ വെച്ച് നമ്മൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതാണ് നമ്മൾ ടോയ്ലറ്റിന്റെ ഫിനിഷ്ഡ് പ്ലാസ്റ്ററിങ് ഫിനിഷ് ആയതിനു ശേഷം ഫ്ലോറിങ് കഴിഞ്ഞതിന് ശേഷം ക്ലീൻ ചെയ്തിട്ടുള്ള സർഫസ് ആണ്. ഈ ക്ലീൻ ചെയ്ത സർഫസിൽ ഇടയ്ക്ക് ഈ പാച്ചസ് കാണുന്നത് അവിടെ അഡീഷണൽ കട്ടിങ്സുകളൊക്കെ വന്നതിന് ശേഷം ആ കട്ടിങ് നമ്മൾ ഈ മെറ്റീരിയൽ വെച്ച് നമ്മൾ ഫില്ല് ചെയ്ത് കളഞ്ഞതാണ്. ഇവിടെ നമ്മുടെ പൈപ്പ് ഫിറ്റിങ്സിന് വേണ്ടി ഒരു കട്ടിങ് വന്നിരുന്നു. അപ്പോൾ അത് ആവശ്യം വന്നില്ല. അപ്പോൾ അവിടേക്ക് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അത് നമ്മൾ ഫില്ല് ചെയ്ത് കളഞ്ഞാണ് ഈ കാണുന്നത്. ഇതിന്റെ ആപ്ലിക്കേഷനിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 5 മിനിറ്റ്സ് എങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്ത ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാനും അതിന്റെ എയർ ഗ്യാപ്പ് എല്ലാം പോകാനായിട്ടാണ് ഈ മിക്സ് ചെയ്യുന്നത്. അത് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 2 അടി ഉയരത്തിലേക്ക് നമ്മൾ പൈപ്പ് ഫിറ്റിങ്സിന്റെ ഒക്കെ കട്ടിങ് വന്നിരിക്കണം. അതിന്റെ മുകളിലോട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിന്റെ സെക്കൻഡ് കോട്ട് ഫിനിഷ് ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് സാൻഡ് അല്ലെങ്കിൽ നമ്മുടെ സാൻഡ് നമ്മുടെ സൈഡിൽ അവൈലബിൾ ആണെന്ന് വെച്ചാൽ ഗ്രിപ്പിന് വേണ്ടിയിട്ട് ഇതിന്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. കാരണം ഇതിന്റെ ഗ്രിപ്പ് വളരെ കുറവായിരിക്കും. ഗ്രിപ്പും ഇതിന്റെ വോയിൽസ് ഒക്കെ അവോയ്ഡ് ചെയ്തിട്ടാണ് ഇത് വാട്ടറിനെ പ്രയോഗിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഗ്രിപ്പ് വളരെ കുറവായിരിക്കും. അപ്പോൾ ആ ഒരു പ്രോബ്ലം മാറാൻ വേണ്ടിയിട്ട് സാൻഡ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ സെക്കൻഡ് കോട്ട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 days വെയിറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ടൈൽ ഒട്ടിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതിന്റെ എക്സാക്ട് സ്ട്രെങ്ത് ഇതിന് കിട്ടുള്ളൂ. 3 days ആണ് കമ്പനി പറയുന്നത് വെയിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ 3 days വെയിറ്റ് ചെയ്തതിനു ശേഷം ടൈൽ ഒട്ടിക്കുക. ഇതാണ് നമ്മൾ ഫിനിഷ് ചെയ്തതിനു ശേഷം, അതായത് വർക്ക് കഴിഞ്ഞിട്ടുള്ള കണ്ടീഷനാണ് ഈ കാണുന്നത്. ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു 2-2.5 അടി ഹൈറ്റിലാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത്. ഫ്ലോർ കംപ്ലീറ്റ് ആയിട്ടും ഫ്ലോറിൽ നിന്ന് വാളിലേക്ക് 2-2.5 അടി ഹൈറ്റിലും, പിന്നെ നമ്മുടെ ഫിറ്റിംഗ്സ് വരുന്ന ആ ഡയറക്ഷനിൽ നമ്മൾ ഫിറ്റിംഗ്സിന്റെ മുകളിൽ ടോപ്പിൽ 2 സൈഡിലോട്ട് ഓരോ അടി എന്നുള്ള രീതിയിലും ചെയ്തിട്ടുണ്ട്. ആ ഫിറ്റിംഗ്സിന്റെ അവിടെ ലീക്കേജ് വരാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ്. പിന്നെ താഴത്തെ ഫ്ലോറിൽ നിന്ന് ഹൈറ്റ് ടോപ്പിലോട്ട് എത്ര ചെയ്യണമെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. പക്ഷെ എപ്പോഴും 2.5 അടി കൂടുതൽ ചെയ്യേണ്ട കാര്യമില്ല. കാരണം വാട്ടർ എപ്പോഴും താഴത്തുനിന്ന് കുത്തിത്തെറിച്ചിട്ട് ഉള്ള ലീക്കേജ് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. അതിന്റെ അബ്സോർപ്ഷൻ താഴെ തന്നെ ബ്ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ക്യാപ്പിലറി റേസ് വഴി ഉണ്ടാവും. അതായത് ഭിത്തിയിലേക്ക് കയറി വരുന്ന വാട്ടർ അവിടെ തന്നെ നമുക്ക് ബ്ലോക്ക് ആയി കിട്ടും. വേറെ ഡാമേജിന്റെ പ്രശ്നം ഉണ്ടാവില്ല. ഇതാണ് വാട്ടർ പ്രൂഫിങ് ചെയ്ത് ഫിനിഷായ സർഫസ്. 2 കോട്ടും ഫിനിഷായി ഏകദേശം 8 മണിക്കൂർ കഴിഞ്ഞ സർഫസാണിത്. ഇത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ എംസാൻഡ് ചെയ്തേക്കുന്നത്. തരി കുറഞ്ഞ എംസാൻഡാണ് യൂസ് ചെയ്തേക്കുന്നത്. വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി മാത്രമേ എംസാൻഡ് ചെയ്യാൻ പാടുള്ളൂ. ഒരുപാട് വേണ്ട. ഇത് ഗ്രിപ്പ് ആവണം എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഇതിന്. ഏകദേശം ഇതേ രീതിയിലായിരിക്കും നമ്മുടെ ഫിനിഷ് ആകുമ്പോൾ ഉണ്ടാവുക. അത് നമുക്ക് ടച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. നല്ല കൃത്യമായിട്ട് ഒരു കോട്ടിങ് ഇവിടെ വന്നേക്കണത്, ഈ 2 കോട്ടിങ് വന്നേക്കണത് മനസ്സിലാവും. ഈ ഡിഫറൻസ് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ശരിക്കൊരു കോട്ടിങ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് ശേഷം ടൈലും ക്ലീൻ ചെയ്ത് വാട്ടർ പ്രൂഫും അപ്പോക്സിയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്ററാണ്. ഇനി ടൈൽ ചെയ്ത് അപ്പോക്സി വാട്ടർ പ്രൂഫ് അല്ലാതെ അപ്പോക്സി നോർമൽ മാറ്റ് അപ്പോക്സിയാണ് ഫിനിഷ് ചെയ്യണമെങ്കിലും അത് ബെറ്റർ ആയിരിക്കും.